ബലാത്സംഗ കേസിൽ റാപ്പർ വേടന് മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. അടുത്ത മാസം 9-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, കോടതിയുടെ ചില പരാമർശങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് വ്യക്തമാകാനുള്ളത്, അല്ലേ? ചില കാര്യങ്ങൾ പറഞ്ഞത് വളരെ നിർണായകമായ ചില പരാമർശങ്ങളായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, റാപ്പർ വേടൻ എന്തായാലും കഴിഞ്ഞ കുറേ ദിവസമായി തവണകളായി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. അത് മാറ്റിവെച്ച ശേഷം വിശദമായ വാദം കേട്ട ശേഷം പരാതിക്കാരിയെ കൂടി കേസിൽ ഹർജിയിൽ കക്ഷി ചേർത്ത ശേഷമാണ് കോടതി ഇതിനൊരു അന്തിമ തീരുമാനത്തിലെത്തിയത്. മുൻകൂർ ജാമ്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. മുൻകൂർ ജാമ്യം വേടനെ നിഷേധിക്കുകയാണെങ്കിൽ അത് നീതി നിഷേധമായി പോകുമെന്നാണ് ജസ്റ്റിസ് ബെഞ്ചു കുര്യൻ തോമസ് പറഞ്ഞത്. അതേസമയം ഓരോ തവണ ഹർജിക്കാരിയെ ക്രോസ് വിസ്താരം നടത്തുമ്പോഴും വിസ്തരിക്കുമ്പോഴും അതുപോലെ ഹർജിക്കാരുടെ അഭിഭാഷകരോടും ഒക്കെ കോടതി വീണ്ടും ആവർത്തി ചോദിക്കുന്നുണ്ട്. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തെ എങ്ങനെയാണ് ബലാത്സംഗമായി വിമർശിക്കാനാവുക എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. മാത്രമല്ല, വേടന്റെ അഭിഭാഷകൻ അത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശത്തെ, അത് ഈ വിധിന്യായത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ടില്ല, ബലാത്സംഗം ചെയ്തിട്ടില്ല, അത് സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്ന് തന്നെയാണ് വേടന്റെ അഭിഭാഷകരും ആ സുപ്രീം കോടതിയുടെ ക്ലോസ് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു കോടതിയിൽ വാദിച്ചത്. എന്നിരുന്നാൽ പോലും ആ സമയത്ത് വേടന് എതിരെ മറ്റു 2 പരാതികൾ കൂടി മുഖ്യമന്ത്രിക്ക് മുൻപിലെത്തിയതും വലിയ വിമർശനങ്ങളാണ് സൃഷ്ടിച്ചത്. ആ കേസിൽ കൂടിയുള്ള നടപടികൾ നേരിടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വേടന് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഹൈക്കോടതി പോയിരിക്കുന്നത്. വേടന് മുൻകൂർ ജാമ്യം നൽകുന്നതിന് മുൻപ് തന്നെ പലതവണയായി വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന പോലീസ് വേടനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത്, ഇതൊക്കെ പരാജയപ്പെട്ടു പോയിരുന്നു. വലിയ വിമർശനമാണ് പോലീസ് തന്നെ നേരിടേണ്ടി വന്നത്. പോലീസ് തന്നെ വേടനെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒളിവിൽ കഴിയാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള വലിയ വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിരുന്നു. എന്നിരുന്നാൽ പോലും വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ട് പോലും ഇത്ര പ്രശസ്തനായ ഒരാളെ കണ്ടെത്താൻ എന്താണ് ഇത്രയധികം ബുദ്ധിമുട്ടെന്നുള്ള ചോദ്യം കൂടി പോലീസ് നേരിടേണ്ടി വന്നിരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നാളുകൾക്ക് ശേഷമുള്ള വാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വേടന് മുൻകൂർ ജാമ്യം നൽകുന്നത്. ഉപാധികളോടെയാണ് വേടന് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 9, 10 ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനുശേഷം കേസ് വീണ്ടും പരിഗണിക്കും. എന്തായാലും നിലവിൽ ആഴ്ചകളുടെ വാദങ്ങൾക്കൊടുവിലാണ് ഈ വാദം കേൾക്കൽ മാറ്റിവെച്ച ശേഷം ഹർജിക്കാരിയെ കൂടി കേസിൽ ഹർജിയിൽ കക്ഷി ചേർത്ത ശേഷമാണ്, പരാതിക്കാരിയെ കൂടി ഹർജിയിൽ കക്ഷി ചേർത്ത ശേഷമാണ് കോടതി കേട്ടത്. അതായത് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് അതിജീവിതയെ കൂടി നേരിട്ട് കേൾക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് അതിജീവിതയെ കൂടി കേസിൽ നേരിട്ട് കേട്ടത്. ആ സമയത്തൊക്കെ ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, അതായത് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ട്രാൻസാക്ഷൻ്റെ രേഖകളൊക്കെ ഈ യുവതി പോലീസിന് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട്. അത്തരം സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുമാത്രമല്ല, വേടന് സംഗീത പരിപാടി അറേഞ്ച് ചെയ്യാൻ വേണ്ടി പണം നൽകിയിരുന്നു. 31,000 രൂപ പലതവണയായി നൽകിയിരുന്നു. വേടന് പലതവണയായി ട്രെയിൻ ടിക്കറ്റ് 80,000 ചില്ലാനം രൂപയിലധികം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തും നൽകിയിരുന്നു. അങ്ങനത്തെ രേഖകളൊക്കെ യുവതി ഹാജരാക്കിയിട്ടുണ്ട്. വിഷാദ രോഗത്തിന് താൻ അടിമയായിപ്പോയി, അതുകൊണ്ടാണ് ഇത് ഇത്ര കാലം വൈകിയത്, 2021 ശേഷമുണ്ടായ സംഭവം പരാതി നൽകാൻ വൈകിയത് എന്നാണ്. തന്നെ ആദ്യമായി ചുംബിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനുശേഷം ഉണ്ടായിട്ടുണ്ടായ ലൈംഗിക ബന്ധം, ഇതൊക്കെ തൻ്റെ സമ്മതമില്ലാതെ അതിലേക്ക് മനഃപൂർവ്വം വേടൻ തന്നെ വലിച്ചിഴക്കുകയായിരുന്നു. ബലാത്സംഗമായിരുന്നു തന്നോട് ചെയ്തത്. അതിനുശേഷമാണ് തങ്ങളുടെ റിലേഷൻഷിപ്പിലായതും വിവാഹ വാഗ്ദാനം നൽകിയാണ് വേടൻ തുടർന്നുള്ള പീഡനങ്ങളൊക്കെ നടത്തിയത് എന്ന് തന്നെയാണ് യുവതി കോടതിയെ ബോധ്യപ്പെടുത്തിയത്. വേടന് മുൻകൂർ ജാമ്യം കിട്ടി എന്നുള്ളതാണ് വേടനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം. പക്ഷേ അപ്പോഴും ചില ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നതും പ്രധാനമാണ്. നേരത്തെയുള്ള ഇത്തരം കേസുകളിലും സമാനമായ നിരീക്ഷണം നടത്തിയിരുന്നു. ഇനിയും ഇത്തരം കേസുകൾ കോടതിക്ക് മുന്നിൽ വന്നാൽ ഇതൊരു സൂചകമായി നമ്മൾ കാണുകയും വേണം. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.